നമസ്കാരം. പത്മജ ബി.ജെ.പിയിലേക്ക് കാലെടുത്തു വെച്ച സമയം അത്ര നന്നായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വീട്ടിലേക്ക് മൂദേവി വന്നു കയറിയ അവസ്ഥയാണ്. മുതിർന്ന നേതാക്കളൊക്കെ പൊട്ടിത്തെറിച്ചു തുടങ്ങിയിരിക്കുന്നു. ബി.ജെ.പി നേതൃത്വത്തിനെതിരെ സി.കെ. പത്മനാഭൻ പൊട്ടിത്തെറിക്കുമ്പോൾ ചർച്ചയാകുന്നത് മറ്റു പാർട്ടികൾ വിട്ട ബി.ജെ.പിയിലെത്തുന്നവർക്ക് നൽകുന്ന അമിത പ്രാധാന്യം തന്നെ. എൻ.ഡി.എ കാസർഗോഡ് മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിലായിരുന്നു നാടകീയ രംഗങ്ങൾ അത്രയും. സി.കെ.പി എന്ന് വിളിക്കുന്ന സി.കെ. പത്മനാഭൻ കേരളത്തിലെ മുതിർന്ന ബി.ജെ.പി നേതാവാണ്. മുൻ സംസ്ഥാന അധ്യക്ഷൻ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് CPM ബന്ധം ഉപേക്ഷിച്ച് ബി.ജെ.പിയിലെത്തിയ നേതാവ്. പാർട്ടിയുടെ വളർച്ചയ്ക്ക് മുന്നിൽ നിന്നു. എന്നിട്ടും കാസർഗോഡ് അപമാനം നേരിട്ടുവെന്നാണ് വിലയിരുത്തൽ. കൺവെൻഷൻ ഉദ്ഘാടനം കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ പത്മജ വേണുഗോപാലിനെ ഏൽപ്പിച്ചതിലായിരുന്നു CKPയുടെ പരസ്യമായ പ്രതിഷേധം. കാസർഗോഡ് ടൗൺ ഹാളിലെ ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത് പത്മജയെയായിരുന്നു. പത്മജ നിലവിളക്ക് കൊളുത്തുമ്പോൾ സി.കെ. പത്മനാഭൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റത് പോലുമില്ല. ഇത് പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. അനുനയത്തിന് നേതാക്കൾ ശ്രമിച്ചെങ്കിലും CKP വഴങ്ങിയില്ല. അപമാനിതനായെന്ന നിലപാടിൽ ഉറച്ചുനിന്നു. സത്യത്തിൽ ബി.ജെ.പി പത്മജയെ കൊണ്ടല്ല, പത്മനാഭനെ കൊണ്ട് തന്നെയാണ് ഉദ്ഘാടനം ചെയ്യിക്കേണ്ടിയിരുന്നത്. പത്മജയെ കിട്ടിയപ്പോൾ പരിസരം മറന്ന് എന്തോ സിനിമാ താരം വന്ന പുകഴ്ചയാണ് കാണിച്ചത്. ഇനി സിനിമാ താരം ആണെന്ന് തന്നെ വയ്ക്കുക. ബി.ജെ.പിയെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. കൃത്യമായ അടുക്കും ചിട്ടയുമുണ്ട്. അതുകൊണ്ട് സിനിമാ താരം വന്നാലും ബി.ജെ.പി ഇത്തരം ഒരു പ്രവൃത്തി കാണിക്കാൻ പാടില്ലായിരുന്നു. പത്മജയുടെ പ്രസംഗം തീരുന്നതിന് മുൻപേ സി.കെ. പത്മനാഭൻ വേദി വിടുകയും ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടകൻ എന്ന് പറഞ്ഞ സി.കെ. പത്മനാഭനെയാണ് ആദ്യം ക്ഷണിച്ചിരുന്നതെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. വേദിയിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി ML അശ്വിനി, ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ, സംസ്ഥാന സെക്രട്ടറി K. ശ്രീകാന്ത്, സംസ്ഥാന സമിതി അംഗം M. നാരായണ ഭട്ട് എന്നിവരെയെല്ലാം നിലവിളക്ക് കൊളുത്തുമ്പോൾ അതിന്റെ അടുത്തെത്തി. എന്നാൽ പത്മനാഭൻ വന്നില്ല. ഉദ്ഘാടകനെന്ന് അറിയിച്ച ശേഷം മാറ്റിയതിൽ തനിക്കുള്ള അതൃപ്തി അദ്ദേഹം നേതാക്കളോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. ബി.ജെ.പി എന്ന സംഘടനയ്ക്ക് അച്ചടക്കവും പ്രോട്ടോകോളും ഉണ്ടെന്നും അത് ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് സി.കെ. പത്മനാഭൻ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തത്. ഇവിടെ അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരം ആളുകൾ മറ്റു പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്ക് വരുന്നത്. മറ്റൊരു പാർട്ടിയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയവരാണ് ഇവർ. ഇങ്ങനെ വരുന്നവർക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണ് നൽകേണ്ടത് എന്ന് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. പാർട്ടി ഒന്നുമല്ലാതിരുന്നപ്പോൾ ത്യാഗം ചെയ്തവരെ മറന്ന് വേറെ പാർട്ടിയിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ പ്രവർത്തകർക്ക് തന്നെ അമർഷമുണ്ടെന്ന് സി.കെ. പത്മനാഭൻ പറഞ്ഞു. വിവാദങ്ങൾ ബി.ജെ.പി നേതൃത്വം തള്ളിക്കളയുകയാണ്. ഉദ്ഘാടകയായി തീരുമാനിച്ചിരുന്നത് പത്മജയെ തന്നെ ആയിരുന്നുവെന്നും വിളക്ക് കൊളുത്തുമ്പോൾ പത്മനാഭൻ എഴുന്നേക്കാതിരുന്നതിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് ബി.ജെ.പി ജില്ലാ നേതൃത്വം പ്രതികരിച്ചത്. നന്ദി.